ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്ന വീഡിയോയിൽ വിഷയം ഗണപതിക്ക് എന്തുകൊണ്ടാണ് കടകമാല ചാർത്തുന്നത്, ഇത് ഇത്ര വിശേഷമായത് എന്നതിനെ പറ്റിയാണ്. പണ്ട് അനലാസുരൻ എന്ന ഒരു ദുഷ്ടനായ അസുരനുണ്ടായിരുന്നു. ഈ അസുരൻ്റെ ദുഷ്ടപ്രവൃത്തികൾ കൊണ്ട് അതിനെതിരെ ആരെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അവരെയെല്ലാം അവൻ കളയുമായിരുന്നു. ഇവൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് പൊറുതിമുട്ടിയ ദേവന്മാരും മഹർഷിമാരും കൂടി ഇവനെതിരെയുള്ള പരാതിയുമായി ഗണപതി ഭഗവാനെ സമീപിച്ചു. ഗണപതി ഭഗവാനാകട്ടെ തൻ്റെ ഭൂതഗണങ്ങളോടൊപ്പം അനലാസുരനോട് യുദ്ധം ചെയ്യുവാൻ പോവുകയും ചെയ്തു. അനലാസുരൻ ഉടനെ ഈ ഭൂതഗണങ്ങളെയും എല്ലാം ചാമ്പലാക്കി മാറ്റുകയും ചെയ്തു. ദിവസങ്ങളോളം അനലാസുരനുമായി യുദ്ധം ചെയ്ത ഗണപതി ഭഗവാന് യാതൊരു വിധത്തിലും ഉള്ള തരത്തിലും പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരേണ്ടതായി വന്നു. ഒടുവിൽ ദേഷ്യക്കാരനായ ഗണപതി ഭഗവാൻ അനലാസുരനെ അതേപടി എടുത്ത് വിഴുങ്ങുകയാണ് ഉണ്ടായത്. ഈ അനലാസുരനെ വിഴുങ്ങിയ സമയം മുതൽ ഗണപതി ഭഗവാന് വയറിനുള്ളിൽ വല്ലാത്ത എരിച്ചിലും വല്ലാത്ത അസ്വസ്ഥതകളും മറ്റും അനുഭവപ്പെടുവാൻ തുടങ്ങി. ശിവഭഗവാനാകട്ടെ ഈ എരിച്ചിൽ കുറയ്ക്കാനായി പല പ്രതിവിധികൾ ചെയ്തുവെങ്കിലും അതൊന്നും ഏറ്റില്ല. ഗംഗാജലം വരെ കൊണ്ടുവന്ന് തളിച്ചു നോക്കി, അതൊന്നും ഗുണപ്പെട്ടില്ല. ഒടുവിൽ മഹർഷിമാരിൽ നിന്ന് ഏതോ ഒരു മഹർഷി പോയി കുറച്ച് കടകപ്പുല്ല് പറിച്ചു കൊണ്ടുവന്ന് ഗണപതി ഭഗവാന്റെ തലയിൽ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഗണപതി ഭഗവാന്റെ അസ്വസ്ഥതകൾ പൂർണ്ണമായി മാറുകയും ചെയ്തു. ഈ സംഭവത്തോടുകൂടി ഗണപതി ഭഗവാൻ അവിടെ കൂടി നിന്നവരോട് എല്ലാവരും പറയുകയുണ്ടായത്, എൻ്റെ ഇപ്പോൾ ഈ വയറിന് അനുഭവപ്പെട്ട ഈ അസ്വസ്ഥതകൾ മാറ്റുവാൻ നിങ്ങൾ കടകപ്പുല്ല് കൊണ്ട് വെച്ചപ്പോൾ അതൊരിക്കൽ അപ്പോൾ തന്നെ മാറുകയും ചെയ്തതുകൊണ്ട് എന്നെ കടകപ്പുല്ലിൻ്റെ മാല കൊണ്ടോ ആരാധിക്കുന്നവർക്ക് അവരുടേതായ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും തടസ്സങ്ങൾ എന്നിവ മാറുകയും ഗ്രഹസംബന്ധമായ ദോഷങ്ങളല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ചെയ്യും എന്ന് കൂടി ഗണപതി ഭഗവാൻ പറഞ്ഞു. അന്ന് തൊട്ടാണ് ഗണപതി ഭഗവാന് കടകപ്പുല്ലുമാല എന്നത് സമർപ്പിക്കുവാൻ തുടങ്ങുന്ന ഒരു ആചാരം നിലവിൽ വന്നത്. ഞാനിന്ന് ഈ ചാനലിൽ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കാണുകയും സബ്സ്ക്രൈബ്, ലൈക്ക് എന്നിവ ചെയ്യുകയും ചെയ്യണം. ഇനിയും വീഡിയോകൾ ഇടും. ഇനി വീണ്ടും നാളെ കാണാം. ഇതുവരെയായി ഏതാണ്ട് 15-ലധികം ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ഇനി മഹാന്മാരുടെ വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്, കമൻ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യണം. ഇനി നാളെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.